وجعل لنا التوفيق خير رفيق. والصلاة والسلام على من أرسله هو بالاهتداء حقيق، ونورا به الاقتداء يليق، وعلى آله وأصحابه الذين سعدوا في مناهج الصدق بالتصديق. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا حبيبنا محمد صلى الله وسلم عليك يا رسول الله، صلى الله وسلم عليك يا نبي الله، صلى الله وسلم عليك يا حبيب الله. خذ أيدينا قلت حيلتنا أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم. فقد قال نبينا وحبيبنا محمد صلى الله عليه وسلم: من أحبني كان معي في الجنة. صدق محمد صلى الله عليه وعلى آله وأصحابه أجمعين. على محمد صلاة الأبرار، صلى عليه المطيبون الأخيار. قد كنت قواما بكي الأتوار، يا ليت شعري والمنايا الأسهار. هل تجمعني وحبيبي الدار. وعلى أمة سيدنا مولانا محمد. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, ബഹുമാന്യ സുഹൃത്ത് ശ്യാമൽ സാഹിബ്, ഈ മഹത്തായ മഹബത്തുർ റസൂൽ കോൺഫറൻസ് സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച സമസ്ത കേരള സുന്നി യുവജന സംഘം തൃക്കാക്കര സോൺ പ്രസിഡന്റ് KSM ഷിഹാബുദ്ദീൻ സഖാഫി, ഈ മഹത്തായ ധന്യയെ വേദിയെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി, അതുപോലെ ഷാഹുൽ ഹമീദ് സാഹിബ്, നിജാം, മറ്റ് പ്രിയമുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, സഹോദരന്മാർ, സഹോദരിമാർ, യജമാനനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ചുകൂടിയതിൻ്റെ ബറക്കത്തുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് നമ്മളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ മഹബ്ബത്ത് കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ
നാം ഏവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ സ്മരണയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ കാഞ്ഞിരമറ്റം പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ മഹബ്ബത്തുർ റസൂൽ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം നല്ലവരായ ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മദ്ഹിന്റെ വേദിയിൽ നിന്ന് ആമുഖമായി ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താനുള്ളത്, മലീമസമായ ചുറ്റുപാടുകളിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വൃത്തികേടിന്റെ ലോകത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇരുലോക ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യവും അത്യാവശ്യവുമായത് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പഠിക്കുകയും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകൾ പിൻപറ്റുകയും അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുകളും പ്രകീർത്തനങ്ങളും മദ്ഹുകളും നമ്മളുടെ അധരങ്ങളിൽ നിരന്തരമായി ഉരുവിടുകയും ചെയ്യുക എന്നതാണ്. കാരണം ഇന്നിന്റെ ലോകത്തിന്റെ വൃത്തികേടുകളെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത വിധം വളരെ വലിയ ചീഞ്ഞു നാറുന്ന മാലിന്യ കൂമ്പാരമായി പരിസരങ്ങൾ മാറുകയാണ്. നമ്മളുടെ മക്കൾ റോൾ മോഡലായി കണ്ടിരുന്ന, നമ്മളുടെ ഇന്നിന്റെ കൗമാരപ്രായത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ യുവതലമുറ ഏറ്റവും വലിയ ആവേശവും ജീവിതത്തിന്റെ വലിയ മാതൃകകളുമായി കണ്ടിരുന്ന വെള്ളിത്തിരയിലെ താരങ്ങൾ അവരുടെ യഥാർത്ഥ ജീവിത ചുറ്റുപാടുകൾ എന്താണ് എന്ന് നാം വായിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 1-2 ആഴ്ചകൾ പത്രങ്ങൾ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് വായിക്കാൻ കഴിയാത്ത ചുറ്റുപാടായിരുന്നു. ചാനലുകളിൽ വാർത്ത ഒന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതിയാൽ ഒരേ വീട്ടിലെ ഉമ്മയും ഉപ്പയും മക്കൾക്കും ഒരുമിച്ചിരുന്ന് ചാനലുകളിലെ വാർത്തകൾ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത രൂപത്തിൽ, കാണാൻ കഴിയാത്ത രൂപത്തിൽ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വാർത്തകളാണ്. അശ്ലീലതയുടെയും അതുപോലെ തന്നെ വൃത്തികേടിന്റെയും വാർത്തകളാണ് വെള്ളിത്തിരകളിൽ നിന്നും പുറത്തേക്ക് വമിച്ചത് എന്ന് നമുക്കറിയാം. ഇവരൊന്നും യഥാർത്ഥത്തിൽ റോൾ മോഡലുകളല്ല എന്നും അവരൊന്നും ജീവിതത്തിൽ ഒരിക്കലും മാതൃകയാക്കാൻ പറ്റിയവരല്ല എന്നും, അതുപോലെ നമ്മളുടെ മുന്നിൽ മിന്നിമറയുന്ന ആ സ്ക്രീനിലെ ചിത്രങ്ങൾ വെറും മായാജാലങ്ങൾ മാത്രമാണ് എന്നും
ഒന്നുകൂടെ മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. അവിടെയാണ് കാലങ്ങളേറെ കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകളേറെ മങ്ങി നൂറ്റാണ്ടുകളേറെ പിന്നിട്ടിട്ടും പ്രഭയിൽ ഒരു മങ്ങലും ഏൽക്കാതെ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ജീവിതവും അവിടുത്തെ ദർശനങ്ങളും അവിടുത്തെ സന്ദേശങ്ങളും ലോകത്തിന്റെ മുന്നിൽ ഇന്നും തിളങ്ങി ജ്വലിച്ചു നിൽക്കുന്നത്. പഠിച്ചവരെല്ലാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞവരെല്ലാം അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ ചരിത്രത്തിൽ നാം വായിക്കുന്ന അനിബസന്റ് അവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്തിട്ട് ലോക ജനതയോട് മുത്തുനബിയെ പറ്റി അഭിപ്രായം രേഖപ്പെടുത്തിയതുണ്ടായിരുന്നു. പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ഗ്ലോറിയസ് ലേറ്റസ്റ്റ് ടു ദി വേൾഡ്. ലോകം എത്ര തന്നെ സഞ്ചരിച്ചാലും കാലങ്ങൾ എത്രയെത്ര അങ്ങ് മറിഞ്ഞാലും കാലയവനികൾ എത്രയെത്ര കറങ്ങിത്തിരിഞ്ഞാലും ഒരിക്കലും പോറലേൽക്കാത്ത, ഒരിക്കലും മങ്ങലേൽക്കാത്ത, എക്കാലത്തും എന്നും ജ്വലിച്ചു പ്രോജ്വലിച്ചു നിൽക്കുന്ന താരമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയതൊരു മുസ്ലിമല്ല. അനിബസന്റിനെ പോലെ ചിന്തിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അതാണ് എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെങ്ങന്മാരോട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ വേദിയിൽ നിന്ന്, മഹബ്ബത്തിന്റെ വേദിയിൽ നിന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തില്ലാതെ, ആ മുത്തുനബിയോടുള്ള സ്നേഹമില്ലാതെ, ആ മുത്തുനബിയോട് ഹൃദയാന്തരങ്ങളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഇഷ്കിന്റെ പ്രേമത്തിന്റെ ആ കാവ്യശകലങ്ങളില്ലാതെ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. ആ സ്നേഹമുണ്ടോ? ആ സ്നേഹം കൊണ്ട് വിജയിച്ച ചരിത്രമേ ലോകത്തിന്നോളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല. അള്ളാന്റെ ഹബീബ് തങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്ന് ആരെങ്കിലും എഴുതിയെങ്കിൽ, ആരെങ്കിലും ചിന്തിച്ചു എങ്കിൽ, ആരെങ്കിലും പ്രഭാഷണം നടത്തിയെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കാൻ കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലിനെ അറിയാൻ കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിനു മുന്നേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും അവിടുത്തെ ജീവിതവും അവിടുത്തെ രീതിയും അവിടുത്തെ സംസ്കാരവും എല്ലാം വളരെ കൃത്യമായി യജമാനനായ റബ്ബ് തആല തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിച്ചതെന്താണ്? ആരാണ് മുത്തുനബി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ വസ്തഫാ ഖുറൈശം മിൻ കിനാന വസ്തഫാ ബനു ഹാഷിം മിൻ ഖുറൈശ് വസ്തഫാനി മിൻ ബനി ഹാഷിം فأنا خيار من خيار من خيار. തന്റെ ജനനം എങ്ങനെയാണെന്ന്, തന്റെ കുടുംബം ഏതാണെന്ന്, തന്റെ പാരമ്പര്യം എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അത് മതി. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ. മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം
എന്തിനാണ് അവിടുന്ന് മുത്തുനബി പറഞ്ഞു തുടങ്ങിയത്? ലോകത്തെ ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം മുതൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ചരിത്രവും ജീവിതവും പാരമ്പര്യവും കൃത്യമായി രേഖപ്പെട്ടിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്താത്ത വേദങ്ങളില്ല, അംഗീകരിക്കാത്ത മതക്കാരില്ല. ക്രൈസ്തവ സഹോദരങ്ങൾ അബ്രഹാം പിതാവെന്ന് പറയും. ദാവൂദ് അലൈഹിസ്സലാമിന്റെ അനുയായികളായ ജൂതന്മാരും മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികളായ ജൂതന്മാരും തോറയിലൂടെയും സബൂറിലൂടെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വായിക്കും. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹിയെ വ്യക്തമായി പരിചയപ്പെടുത്തുന്നു. ആ ഖലീലുല്ലാഹിയുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. ആ ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ തറവാട്ടിൽ നിന്ന് കിനാന തറവാടിന് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. വസ്തഫാ ഖുറൈശം മിൻ കിനാന, കിനാന തറവാടിൽ നിന്ന് ഖുറൈശികൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. വസ്തഫാ ബനു ഹാഷിം മിൻ ഖുറൈശ്, ആ ഖുറൈശികളിൽ നിന്ന് അതേ ബനു ഹാഷിം തറവാടിന് വലിയ പ്രത്യേകതയുണ്ട്. വസ്തഫാനി മിൻ ബനി ഹാഷിം, ആ ബനു ഹാഷിമിൽ നിന്നാണ് അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തത്. ആ ബനു ഹാഷിമിലാണ് ഞാൻ പിറന്നു വീണത്. അതുകൊണ്ട് അന ഖിയാറും മിൻ ഖിയാരിം മിൻ ഖിയാർ, ഞാൻ ഉത്തമരിൽ ഉത്തമരിൽ ഉത്തമനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഹബീബ് തങ്ങളുടെ ഈ വചനം ഉൾക്കൊള്ളാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ അള്ളാന്റെ ഹബീബിനെ സാധാരണക്കാരനാണെന്നാരും മനസ്സിലാക്കുമായിരുന്നില്ല. അവിടുന്നൊരു സാധാരണ അറബിയാണെന്നാരും മനസ്സിലാക്കുമായിരുന്നില്ല. അള്ളാന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബ്, അവിടുത്തെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ പരമ്പര അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേണ്ട മതം വായിക്കാത്തവർ ഭൗതികം വായിക്കട്ടെ. കോട്ടയത്ത് നിന്നിറങ്ങിയ രാശി മാസികയില് മുഹമ്മദ് നബിയുടെ ജാതകം എന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരെ കബടി നിരത്തി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ജാതകം ശരിയാണോ എന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം, മറിച്ച് ഭൗതികം വായിച്ചവർ പോലും മതപരമായ വേദികളിലൂടെ അല്ലാതെ മുത്തുനബിയെ പറ്റി പഠനം നടത്തിയവർ പോലും അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അസാധാരണ വ്യക്തിയാണെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കോട്ടയത്ത് നിന്നിറങ്ങിയ രാശി മാസികയിൽ പറയുന്നു, മുഹമ്മദ് നബിക്ക് ജാതകപ്പിഴവില്ല. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് സുബഹിയോടടുത്ത സമയമാണ്. ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയം സുബഹിയോടടുത്ത സമയമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വലിയ രോഗികളാണെങ്കിലും, എത്ര വലിയ വേദന കൊണ്ട് പുളയുന്നവരാണെങ്കിലും, രാത്രി ഏറെ വൈകിയിട്ടും ഉറക്കം ലഭിക്കാത്തവരാണെങ്കിലും സുബഹിയോടടുത്ത സമയത്ത് അവരുടെ വേദനയ്ക്കൊരു ശമനമുണ്ടാകും, അവരുടെ രോഗത്തിനൊരു ശമനമുണ്ടാകും. അല്പമെങ്കിലും അവർക്ക് ഉറങ്ങാൻ കഴിയും. അതിന് ധാരാളം കാരണങ്ങളുണ്ട്, ധാരാളം കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. സഹോദരന്മാർ പൊട്ടക്കിണറ്റിലെറിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കിണറിലെ പാറയിൽ തട്ടി വല്ലാതെ നീര് വന്ന് വീർത്തുപോയി.
വല്ലാതെ വേദനിച്ചു പോയി. രാത്രിയിൽ വേദന കാരണം ഉറക്കമില്ലാതെ പ്രയാസപ്പെട്ടു പോയി. നേരം വെളുക്കാനായപ്പോഴേക്കും നസലൽ അമീനു മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുകയാണ്. അലൈഹിസ്സലാം ഒന്ന് യൂസുഫ് നബിയോട് പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യൂ, ഞാൻ ആമീൻ പറയാം. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത്, ജിബ്രീലേ നിങ്ങൾ ദുആ ചെയ്യൂ, ഞാൻ ആമീൻ പറയാം. അങ്ങനെ ജിബ്രീൽ പ്രാർത്ഥിക്കുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം ആമീൻ പറയുകയാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ വേദന അങ്ങ് മാറുകയാണ്. തുടർന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, ജിബ്രീലേ ഞാനൊന്ന് പ്രാർത്ഥിക്കാം, നിങ്ങളൊന്ന് ആമീൻ പറയുമോ? യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്, ജിബ്രീലിന്റെ ആമീനാണ്. സുബഹിക്ക് മുമ്പുള്ള സമയം വളരെ ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ സമയമാകാനുള്ള ഒരു കാരണം, ഇങ്ങനെ ധാരാളം കാരണങ്ങൾ മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഏറ്റവും നല്ല സമയത്താണ് മുത്തുനബിയുടെ ഉദയം. ലഹറൽ ഹുദാ വൽ കായിനാതു ളിയാ, സന്മാർഗ ദീപം ഉദിച്ചുയർന്നപ്പോൾ പ്രപഞ്ചം പ്രഭയോടടുക്കുകയായിരുന്നു. കൂരിരുട്ടിന്റെ ഭീകരതയിൽ നിന്ന്, രാത്രിയുടെ അക്രമങ്ങളിൽ നിന്ന്, അധിനിവേശത്തിൽ നിന്ന്, കൊള്ളരുതായ്മയിൽ നിന്ന്, കൊള്ളിവപ്പിൽ നിന്ന് പ്രപഞ്ചം പ്രഭയിലോടടുക്കുന്ന സമയമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയം ചെയ്തത്. സമയത്തിന് ദോഷമില്ല. വന്ന സമയം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച യൗമുൽ ഇസ്നൈൻ, രണ്ടിന്റെ സംഗമവേദിയാണ്. അഥവാ സഅദത്തുദ്ദാറൈൻ, ഇരുലോക ജീവിത വിജയത്തിന് നിദാനമായ ദിവസമാണ് തിങ്കളാഴ്ച. ദിവസത്തിന് യാതൊരു നിലക്കുമുള്ള ലക്ഷണക്കേടുമില്ല, തറവാടിന് ലക്ഷണക്കേടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്, ജനിച്ച സമയത്തിന്, ജനിച്ച തറവാടിന്, ജനിച്ച ദിവസത്തിന്, ജനിച്ച പരമ്പരയ്ക്ക്, ആ ജനിച്ച സമയത്ത് മുതൽ ശരീരത്തിന് എവിടെയും ഒരു ദുർലക്ഷണവുമില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ, ഞാൻ ഉത്തമരിൽ ഉത്തമരിൽ ഉത്തമനാണ് എന്ന് പഠിപ്പിച്ചത്. അത് തന്നെയാണ് വായിച്ചു നോക്കിയിട്ടും പഠനം നടത്തിയിട്ടും കോട്ടയത്ത് നിന്നിറങ്ങിയ രാശിമാസികയിൽ ജ്യോത്സ്യന്മാരും എഴുതിയത്. മുഹമ്മദ് നബിക്ക് ജാതകപ്പിഴവില്ല. അതാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ലോകം ഇന്ന് തെറ്റിദ്ധാരണയുടെ ലോകമാണ്. തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ചു പോയ ധാരാളം ആളുകളില്ലേ? പ്രത്യേകിച്ച് ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ഇന്ന് ലോകത്ത് ഇല്ലാ കഥകൾ എഴുതുന്നവരുടെ വരികൾ വായിച്ച്, ഇല്ലാത്തത് പറഞ്ഞു പെരുപ്പിച്ച് പ്രഖ്യാപനം നടത്തുന്നവരുടെ പ്രഭാഷണങ്ങൾ കേട്ട്, അള്ളാന്റെ ഹബീബിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാതെ, വായിക്കാതെ, പഠിക്കാതെ തെറ്റിദ്ധരിച്ചു പോയ ധാരാളം ആളുകളില്ലേ? ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തിനാണ് നബിദിനാഘോഷം? അതേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിനെ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിരിക്കണം നബിദിനം. നാം നബിദിനം ആഘോഷിക്കുന്നതിലൂടെ മുത്തുനബിയുടെ സംസ്കാരം, മുത്തുനബിയുടെ ജീവിതം, മുത്തുനബിയുടെ ദർശനം, അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നാമുമായി ബന്ധപ്പെട്ടവർക്ക്, അവരാരുമായിക്കോട്ടെ, പരിചയപ്പെടുത്തി കൊടുക്കാം. അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം.
അതിലൊരു വേർതിരിവ് വേണ്ട. അവർ ഖുർആൻ വായിച്ചു കൊള്ളണമെന്നില്ല, അവർ ഹദീസുകൾ പഠിച്ചു കൊള്ളണമെന്നില്ല. ഉറപ്പിച്ചു തറപ്പിച്ചു പറയാൻ കഴിയും, ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ആ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ അമ്പലങ്ങളിൽ വായിക്കുന്ന വേദങ്ങളും ഉപനിഷത്തുക്കളുമുണ്ട്. ആ വേദങ്ങളും ഉപനിഷത്തുക്കളും മനസ്സിരുത്തി വായിക്കട്ടെ. അതിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബിനെ അവർക്ക് പഠിക്കാം. ഇത് മുസ്ലിമീങ്ങളായ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് പരസ്പരം വിദ്വേഷത്തിന്റെ ഒരു ലോകമാണ്. അക്രമത്തിന്റെയും അനീതിയുടെയും കൊള്ളിവെപ്പിന്റെയും കൊള്ളരുതായ്മയുടെയും ലോകമാണ്. ഈ ലോകത്ത് പരസ്പരം മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ അതാ പോർവിളികൾ നടക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബിനെ ഏത് മതക്കാരനും ഏത് ജാതിക്കാരനും അവരുടെ വേദങ്ങളിലൂടെ പരിചയപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു റബ്ബ് തആല രൂപകൽപ്പന ചെയ്തത്. അതിന് ഖുർആൻ വായിക്കണമെന്ന് നിർബന്ധിക്കേണ്ടതില്ല, ഹദീസ് പഠിക്കണമെന്ന് നിർബന്ധിക്കേണ്ടതില്ല, ഇസ്ലാമിക പണ്ഡിത പ്രമാണങ്ങൾ വായിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടതില്ല. ഓതു മതക്കാരും അവരുടെ വേദങ്ങളിൽ നിന്ന് മുത്തുനബിയെ വായിക്കാം. ഹൈന്ദവ സഹോദരങ്ങൾ ധാരാളമുണ്ട്. അവരുടെ ആരാധനാലയങ്ങളിൽ വായിക്കുന്ന വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബിനെ അവർക്ക് പഠിക്കാം. മുത്തുനബിയുടെ പേര്, മുത്തുനബിയുടെ തറവാട്, മുത്തുനബിയുടെ സംസ്കാരം, മുത്തുനബിയുടെ ജനനം എല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കതിലൂടെ ഹബീബ് റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബിനെ പഠിക്കാം. ഞാൻ വിശാലമായി ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബ് ജനിക്കുന്നതിന്റെ 2500 വർഷം മുമ്പ് ഭാരതാംബയുടെ വിരിമാറിലൂടെ സഞ്ചരിച്ച മഹർഷിയാണ് വാൽമീകി. അദ്ദേഹം അടക്കം എഴുതിയ വേദഗ്രന്ഥങ്ങളുണ്ട്. മുത്തുനബിയുടെ സംസ്കാരം എന്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലിംഗാഛേദി ശിഖാഹീന ശ്രമുസ്ദാരി സദൂഷക ഉച്ചാലവി സർവഭക്ഷി ഭവിഷ്വതി ജനമോം വിനകൗശലം ചരഷട്പദേ ശാംഭക്ഷയാമ മനമാം മുസലൈനൈവ സംസ്കാര ഖുറൈശീ ഭവവിശ്വതി. ഇന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബിനെ വിമർശിക്കാന് വിമർശകർ ഏതൊരു സംസ്കാരമാണോ പറയുന്നത്, അള്ളാന്റെ ഹബീബിനെ വിമർശിക്കാന് വിമർശകർ ഏതൊരു സംസ്കാരമാണോ മുത്തുനബിയോട് ചേർത്ത് പിടിക്കുന്നത്, ആ സംസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മുത്തുനബിയെ വായിച്ച ഇടമറുക് എന്ന നിരീശ്വരവാദി, അയാൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഒന്നാമതായി ഉന്നയിച്ച ആരോപണം എന്താണ്? അതേ, മുഹമ്മദ് നബി ബാലപീഡനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത ആളാണ്. ഇസ്ലാമിന്റെ സംസ്കാരം ബാലപീഡനമാണ്. കാരണം ചെറിയ കുട്ടികളുടെ ലിംഗച്ഛേദം നടത്തുക എന്നുള്ളത്, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത്, സർക്കുംസിഷൻ എന്നുള്ളത് അത് ബാലപീഡനമാണ്. അതിനെ നിരോധിക്കണമെന്നാണ് ഇവിടെ ഇടമറുക് പറഞ്ഞത്. ആരെയും വിമർശിക്കുകയല്ല, പക്ഷേ സത്യം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടണം. മുത്തുനബിയുടെ ഉമ്മത്തികളായ നമ്മൾ ഇന്ന് ലിബറലിസത്തിന്റെ കാലമാണ്. വളർന്നു വരുന്ന ചെറുപ്പക്കാര്, വളർന്നു വരുന്ന പെങ്ങന്മാര്, ഓ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭൗതിക കോളേജുകളുടെ കലാലയങ്ങളുടെ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുന്ന പെങ്ങളെ,
ഭൗതിക കോളേജുകളിലേക്ക് കടന്നു ചൊല്ലുന്ന എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കട്ടമായ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഈമാനിനെ ചൂഴ്ന്നെടുക്കാൻ, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിനെ ചൂഷണം ചെയ്യാൻ നവലിബറലിസത്തിന്റെ ഏജന്റുമാർ കാത്തിരിക്കുന്നുണ്ട്. എത്രയെത്ര പെങ്ങന്മാരാണ് ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്, എത്രയെത്ര ചെറുപ്പക്കാരാണ് ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്. നഊദു ബില്ലാഹ്. ഇന്നലെയും ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് അവരും അവരുടെ ഭർത്താവും കാണാൻ വരികയാണ്. ആ സഹോദരി പൊട്ടിക്കരയുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഉസ്താദേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്ന കാലത്തൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങൾ വളരെ മോശമായി എഴുതിയത് കണ്ടപ്പോൾ എന്റെ ഹൃദയം മുത്തുനബിയുടെ മഹബത്തിൽ നിന്ന് വിട്ടുപോയി, പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നിന്ന് വിട്ടുപോയി. ഞാനൊരു മുർത്തദ്ദായി പോയോ, അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തുകളിൽ നിന്നും പുറത്തുപോയോ? എനിക്കൊന്ന് മുസ്ലിമാകണം, എനിക്കൊന്ന് കലിമ ചൊല്ലണം, എന്റെ ഈമാന് നഷ്ടപ്പെട്ടു പോയി എന്ന പേടിയിലാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി ഇന്നലെയും കാണാൻ വരികയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുകമറയിൽ ഈമാന് കളഞ്ഞു കുളിക്കല്ല, ഹബീബിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുത്തല്ല, പരിശുദ്ധ ദീനിനെ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയല്ല. നവലിബറലിസത്തിന്റെ ആളുകൾ അള്ളാന്റെ ഹബീബിന്റെ സംസ്കാരത്തെ ചോദ്യം ചെയ്ത് ഇവിടെ ഈമാനിനെ ചൂഷണം ചെയ്യുകയാ. തിരിച്ചറിയാനുള്ള ബോധമുണ്ടായിരിക്കണം നമുക്ക്. കൂടുതൽ പഠിക്കാനും വായിക്കാനുമുള്ള ബോധമുണ്ടാകണം നമുക്ക്. കാരണം എന്താ, ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, മുത്തുനബിയുടെ സംസ്കാരമാണ്. അതേ, ഇവിടെ സർക്കുംസിഷൻ ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത്, ലിംഗാഛേദിശികാഹീന ചേലാകർമ്മം ചെയ്യുന്നതായ സംസ്കാരം ലോകത്ത് പ്രചരിപ്പിക്കുന്ന നേതാവാണ് മുഹമ്മദ് നബി എന്ന് വേദം പറയുന്നു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ആദ്യ ഭാഗത്ത് തന്നെ ഇവിടെ ഹിറക്കലിന്റെ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട്. നീ ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സംസ്കാരത്തെ ഇന്നിന്റെ ഭൗതിക ശാസ്ത്രത്തിന് കൈമാറുക, ഇന്നിന്റെ വൈദ്യശാസ്ത്രത്തിന് ആ സംസ്കാരത്തെ കൈമാറുക, ഈ ഭൗതിക ലോകത്തെ ആരോഗ്യ ശാസ്ത്രം മുത്തുനബിയെ പറ്റിയിട്ട് വേദങ്ങൾ പറഞ്ഞ, പുരാണങ്ങൾ പറഞ്ഞ, ഇതിഹാസങ്ങൾ പറഞ്ഞ ആ സംസ്കാരത്തെ പറ്റി ആധുനിക ലോകത്തിന്റെ ശാസ്ത്രം എന്ത് പറയുന്നു, യൂറോപ്യന്മാരെന്ത് പറഞ്ഞു, വളർന്നവരും വലുതായവരും എന്ന് പറയുന്ന അമേരിക്കൻ രാജ്യങ്ങൾ എന്തു പറയുന്നു എന്ന് ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ മതി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാളവണ്ടിയുടെ ചക്രം ലോകത്തിലൂടെ ഓടാത്ത കാലത്ത്, കാലം പുരോഗമിക്കാത്ത കാലത്ത് വിളിച്ചു പറഞ്ഞ സത്യം തന്നെയാണ്. ഇന്നും മനുഷ്യരാശിയുടെ വിജയത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ശാസ്ത്രത്തിന് പറയാനുള്ളത് അതിനപ്പുറമൊന്നും വിളമ്പാനില്ല. എന്തേ കാരണം? യൂറോപ്യൻ രാജ്യങ്ങളിലെ കൗമാരപ്രായക്കാരുടെ ലൈംഗിക രോഗങ്ങളെ പറ്റിയിട്ട് വലിയ ആശങ്കയാണ് സെനറ്റിൽ ചർച്ച നടക്കുന്നത്. ആ ആശങ്ക ചർച്ച ചെയ്തിട്ട്
കൗമാരപ്രായക്കാരുടെ ലൈംഗിക രോഗത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴി എന്താണ് എന്ന് പഠനം നടത്താൻ പീഡിയാട്രിക്സുകളെ തീരുമാനിച്ചവർ പഠനം നടത്തി. എന്നിട്ട് സെനറ്റിന് കൊടുത്ത റിപ്പോർട്ട് എന്താണ്? സർക്കുംസിഷൻ ഹാസ് ഫ്യൂ മെഡിക്കൽ ബെനഫിറ്റ്. ചേലാകർമ്മം ചെയ്യുന്നതിൽ ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ട്. അതേ, വളർന്നു വരുന്ന ഇന്നത്തെ കൗമാര തലമുറയിലെ ലൈംഗികമായ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം ചേലാകർമ്മം ചെയ്യാത്തതാണെന്നും അതിന് പരിഹാരം ഒരു മെഡിസിൻ അല്ല എന്നും അതിന് പരിഹാരം വേറൊരു മെഡിസിന് കൊണ്ട് സാധ്യമല്ല എന്നും ചേലാകർമ്മം ചെയ്യുകയല്ലാതെ വഴിയില്ല എന്നും പീഡിയാട്രിസ്റ്റുകൾ പറയുന്നു, ആരോഗ്യശാസ്ത്രം പറയുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബ് കാലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു, മുത്തുനബിയെ വിമർശിക്കാൻ എന്താണോ ലിബറലിസ്റ്റുകൾ കണ്ടെത്തിയത്, അതുകൊണ്ട് ലിബറലിസത്തിന് മറുപടി കൊടുക്കുകയാണ് ആധുനിക ആരോഗ്യശാസ്ത്രം. ഇങ്ങനെ ഓരോ വിഷയവും കണക്ക് കൂട്ടിയാൽ മതി. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിനെ പറ്റി പഠിക്കണം, അറിയണം, ഉൾക്കൊള്ളണം. പഠിക്കാൻ നാം മറ്റു തെറ്റിദ്ധരിച്ചവർക്ക് പ്രചോദനം കൊടുക്കണം. അതിനായിരിക്കണം നബിദിനം ആഘോഷിക്കേണ്ടത്. പോരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, അള്ളാന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിനെ പറ്റി നമുക്കെന്തറിയാം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമുക്ക് എന്തറിയാം? നാം വളരെ നന്നായി ചിന്തിക്കണം. അള്ളാന്റെ ഹബീബിനെ പറ്റി എത്ര പഠിച്ചോ ആ പഠിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കും. അത് മനുഷ്യര് പഠിച്ചാലും ജീവജാലങ്ങൾ പഠിച്ചാലും ആര് പഠിച്ചാലും അള്ളാന്റെ ഹബീബിനെ പറ്റി പഠിച്ചാൽ സ്നേഹം വർദ്ധിക്കും. ആ സ്നേഹം കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താം. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവർ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. സ്നേഹിക്കാനുള്ള മാനദണ്ഡം എന്താണ്? പഠിക്കുക എന്ന് മാത്രമാണ്. സ്നേഹിക്കാനുള്ള മാനദണ്ഡം പഠിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുജ്തബ, ഹബീബ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നിങ്ങൾ നോക്ക്, ഹബീബിനെ അറിഞ്ഞവരെങ്ങനെയാ സ്നേഹിച്ചത്? മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അതേ, ഖൈബറിന്റെ രണാങ്കളത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയതെന്താണ്? എല്ലാവർക്കും ഓഹരി വെച്ചപ്പോൾ 4 ജോഡി ചെരുപ്പും 4 ജോഡി ഷോക്സും അതുപോലെ 10 ഊക്കിയ സ്വർണവും 10 ഊക്കിയ വെള്ളിയും ഇതുപോലെ വഹിമാറുൻ അസ്വദ്, ഒരു കറുത്തതായ കഴുതയും വമിക്തലുൻ, സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു കുട്ട അല്ലെങ്കിൽ ഒരു സഞ്ചിയുമാണ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത്. അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ച ഒരു മിണ്ടാപ്രാണിയെ പറ്റിയിട്ട് ശമായിലെ മുഹമ്മദിയ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ച ഒരു മിണ്ടാപ്രാണിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മിണ്ടാപ്രാണിയുടെ സ്നേഹം എത്ര വലുതാണ്! ആ മിണ്ടാപ്രാണിയും നമ്മളും തമ്മിൽ എത്ര വലിയ അകലമാണുള്ളത്! അതേ, കറുത്ത ഒരു കഴുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കഴുത അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ വന്നപ്പോൾ ഫക്കല്ലമൽ ഹിമാർ, കഴുതയങ്ങ് സംസാരിക്കാൻ തുടങ്ങി. സംശയം വേണ്ട,
മുത്തുനബി തങ്ങളോട് കല്ലുകൾ സംസാരിച്ചിട്ടുണ്ട്, മരങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ജീവജാലങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ധാരാളം തെളിവുകൾ അതിനുണ്ട്. ആനുകാലിക ലോകത്തെ സയന്റിസ്റ്റുകളുടെ പഠനങ്ങളെ വിലയിരുത്തുന്ന ആളുകൾക്ക് ഇതൊരു വലിയ തെറ്റായി അല്ലെങ്കിൽ അസംഭവ്യമായി കാണാനും കഴിയില്ല. ഞാൻ ആ ശാസ്ത്രത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ഇത് അത് പറയേണ്ട വേദിയല്ലെന്ന് എനിക്കറിയാം. ഇത് മുത്തുമുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ വേദിയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ് ത്വഹ റസൂലുള്ളാഹി ഹബീബ് മുജ്തബാ റസൂലുള്ളാഹി. ചൊല്ലിക്കോ സ്വലാത്ത്. അതാണ് നമ്മുടെ വിജയത്തിന്റെ വഴി. പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, വേലിയേറ്റങ്ങളിൽ നിന്ന് ദുനിയാവും ആഖിറവും സമാധാനത്തോടെ മുന്നോട്ട് പോകാനുള്ള വഴിയാണ് സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബിനോട് കല്ലുകൾ സംസാരിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സംശയം വേണ്ട. ജഅത് ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി ബിലാ സാഖിൻ വലാ ഖദമി ചൽ മൗലായ സ്വല്ലി വസ്വാം. ഇമാം ബൂസുരി റഹിമഹുല്ലാഹ് അവിടത്തെ ബുർഉദ്ദയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുർഉദ്ദ എന്ന് പറയുന്നത് ആരോ എഴുതിയൊരു പാട്ടാണെന്ന് നിങ്ങൾ കരുതണ്ട. ഡോക്ടർ ഫിലിപ്പ് കെ ഹെറ്റി അയാളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് 300ഓളം ലോകഭാഷകളിൽ ബുർദയ്ക്ക് വ്യാഖ്യാനമുണ്ട്. 300ഓളം ലോകഭാഷകളിൽ വ്യാഖ്യാനമുണ്ട് ബുർദയ്ക്ക്. അതേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോൾ വലിയ വൃക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചായുകയാണ്. അതിന്റെ കമ്പുകൾ ഒന്ന് കുലുങ്ങുകയാണ്. സഹാബത്ത് ഒന്നുകൂടെ കണ്ണുമിടിച്ചു നോക്കി. അതാ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ ചാരത്തേക്ക് അതേ നടന്നു വരികയാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് മൃഗങ്ങൾ മുത്തുനബിയുടെ അടുക്കൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്വലാത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു മനുഷ്യന് പ്രയാസമുണ്ടായാൽ ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? മിണ്ടാപ്രാണികൾ ഹബീബിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? വലിയ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അള്ളാന്റെ സഹാബികളിൽ പ്രമുഖനാണ്, വലിയ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. ആ സമയത്ത് ജാഊ ബിറജുലിൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശഹിദു അലൈഹി ബിസ്രികതി ജമൽ. ഒരൊട്ടകത്തെ മോഷ്ടിച്ച പരാതിയുമായി ഒരു ചെറുപ്പക്കാരനെയും പിടിച്ച ആളുകൾ ഹബീബ് റസൂലുള്ളാഹി അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ വരികയാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. ഇത് രേഖപ്പെടുത്തുന്ന കിതാബ് നുസ്ഹത്തുൽ മജാലിസ് വലിയ മഹാന്മാർ എഴുതിയ ഗ്രന്ഥമാണ്. വലിയ മഹാന്മാർ ഉദ്ധരിച്ച സംഭവങ്ങൾ ക്രോഡീകരിച്ചതാണ്. അതേ തുഹ്ഫത്തുൽ ഹബീബ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവം മഹാൻ പറയുകയാണ്. ജാബിർ ഇബ്നു
അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹാബി പറയുന്നു, ഞങ്ങൾ ഹബീബിന്റെ അടുത്തിരിക്കുമ്പോൾ ആളുകൾ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു വരുന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, ഇയാള് കള്ളനാണ്, ഇയാള് മോട്ടാവാണ്, ഞങ്ങളുടെ ഒട്ടകത്തെ മോട്ടിച്ച മോട്ടാവാണ്. ഫഅമറ ബിഖത്ഇ യദിഹി, കട്ടവന്റെ കൈമുറിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തീരുമാനം. ആ തീരുമാനം അതാ നടപ്പിലാക്കാൻ പോവുകയാണ്. ഫവല്ലർറജുൽ, കൈമുറിക്കാൻ തീരുമാനിക്കപ്പെട്ട ചെറുപ്പക്കാരൻ പെട്ടെന്നൊന്ന് മറുഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. മറുഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട താമസം സുബ്ഹാനല്ലാഹ് ഫതകല്ലമൽ ജമൽ, ആ ഒട്ടകം അങ്ങ് സംസാരിക്കുന്നു. മോട്ടിക്കപ്പെട്ട ഒട്ടകത്തെ തൊണ്ടി സാധനമായിട്ടാണ് വന്നത്. തൊണ്ടി മുതലുമായി വന്ന് കള്ളന്റെ കൈമുറിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫതകല്ലമൽ ജമൽ, ആ ഒട്ടകമങ്ങ് സംസാരിക്കുകയാണ്. വഖാല യാ മുഹമ്മദ് ഇന്നഹു ബരീഉം മിൻ സരിഖതി, ഓ ഹബീബായ നബിയേ, ഇയാൾ മോട്ടാവല്ല, ഇയാൾ എന്നെ കട്ടവനല്ല. ഇതങ്ങ് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ചെറുപ്പക്കാരനോട് തിരിച്ചു വിളിക്കുകയാണ്, മയ്യതീനി ബിർറജുൽ, ആ കൈമുറിക്കാൻ കൊണ്ടുപോയ ചെറുപ്പക്കാരനെ തിരിച്ചു കൊണ്ടുവരൂ. അള്ളാന്റെ ഹബീബ് പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, മോനെ, മാ ഖുൽത ആനിഫാ, കൈമുറിക്കാൻ കൊണ്ടുപോയ സമയത്ത് നീ എന്താണ് പറഞ്ഞത്? നീ ഒരു വലിയ പ്രയാസത്തിലായല്ലോ, ഇല്ലാത്ത കുറ്റം നിന്റെ പേരിൽ വച്ചു കിട്ടിയല്ലോ, തൊണ്ടി മുതലുമായിട്ടാണല്ലോ ഇവിടെ വന്നത്. ലാഹിറു ശരീഅത്തനുസരിച്ച് കൈമുറിക്കുകയല്ലാതെ വഴിയില്ലാത്തൊരു കൊണ്ട് തീരുമാനം അങ്ങനെ വന്നല്ലോ. ആ കൈമുറിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പ്രതിസന്ധി ഘട്ടത്തില് മാ ഖുൽത ആനിഫാ, ഇപ്പൊ നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, നബിയേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഹത്താ ലാ യബ്ഖാ മിൻ സലാത്തിക ശൈ, ഞാൻ അങ്ങയുടെ മേലൊരു സ്വലാത്ത് ചൊല്ലിയ സലാത്ത് എന്താണെന്ന് അറിയുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഹത്താ ലാ യബ്ഖാ മിൻ സ്വലാത്തിക ശൈ, ഇനി ഒരു സ്വലാത്തും ബാക്കിയില്ലാത്ത രൂപത്തില് യജമാനനായ റബ്ബേ, മുത്തുനബി തങ്ങളുടെ മേൽ എല്ലാ സ്വലാത്തും ഉൾപ്പെട്ട സ്വലാത്ത് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഹത്താ ലാ യബ്ഖാ മിൻ സ്വലാത്തിക ശൈ, ആ സ്വലാത്താണ് ഞാൻ അങ്ങ് ചൊല്ലിയത് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നസലത്തിൽ മലായിക യഹ്തരിഖൂന സികകിൽ മദീന ഹത്താ കാദു യഹില്ലൂന ബൈനി വ ബൈനക, ഈ മദീനയുടെ തെരുവോരങ്ങൾ മലക്കുകൾ ഇറങ്ങിക്കഴിഞ്ഞു, എന്റെയും നിന്റെയും ഇടയിലും മലക്കുകൾ നിരന്നു കഴിഞ്ഞു. നിനക്കറിയുമോ, നീ ചൊല്ലിയ സ്വലാത്തിന്റെ പേരിൽ നിനക്ക് പ്രാർത്ഥിക്കാനാണ് എന്നെല്ലാം നീ രക്ഷപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ലതരിദുന്ന അലസ്സിറാത്തി വവജ്ഹുക അൽവഉ മിനൽ ഖമരി ലൈലത്തൽ ബദ്ർ, ഈ ചൊല്ലിയ സലാത്തിലെ ദുനിയാവിലെ പ്രയാസത്തിൽ നിന്ന്, കൈ കട്ട് ചെയ്ത് കളയുന്നതിൽ നിന്ന്, കള്ളനെന്ന് ചാർത്തപ്പെട്ട ആരോപണത്തിൽ നിന്ന്, വലിയ അഭിമാന പ്രശ്നത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയ ഈ സ്വലാത്തില്ലേ, ആ സ്വലാത്തു നീ ചൊല്ലിയില്ലേ, നിനക്കറിയുമോ, ലതരിദുന്ന അലസ്സിറാത്തി, സിറാത്തുൽ മുസ്തഖീമിന്റെ പാലത്തിൽ നീ അങ്ങെത്തുമ്പോ പലരും ഇരുളുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നരകത്തിലേക്ക് അങ്ങ് വഴുതി വീഴുമ്പോ, സിറാത്തുൽ മുസ്തഖീം അപ്പുറം കടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ, വവജ്ഹുക അൽവഉ മിനൽ ഖമരി ലൈലത്തൽ ബദ്ർ, 14-ാം രാവിന്റെ ചന്ദ്രന് മിന്നുന്നത് പോലെ നിന്റെ മുഖത്തിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് നിനക്ക് വിട്ടുകിടക്കാം. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തില് നിന്റെ മുഖം 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തുന്നുണ്ട്.
ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുജ്തബ, ഹബീബ് മുഹമ്മദ് മുർത്തള സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ദുനിയാവിലും നമുക്ക് സമാധാനമാണ്, ദുനിയാവിലും നമുക്ക് രക്ഷയാണ്, ആഖിറത്തിലും നമ്മുടെ കൂട്ടുകാരനാണ്. ഹബീബിനെ പഠിക്കൂ, ഹബീബിനെ അറിയൂ, മുത്തുനബിയെ പറ്റി കൂടുതൽ കൂടുതൽ കേൾക്കൂ. ആ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ധാരാളം പാരായണം ചെയ്യൂ. ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന്റെ കാരണമാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാ നാം ചിന്തിച്ചു നോക്കി, എത്രയെത്ര ആളുകളാണ് എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതേ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നിർദ്ദേശിച്ചത് കാണാം. മഹാന്മാരായ ആളുകൾ അവരതാ മൂത്രതടസ്സം വല്ലാതെ പ്രയാസപ്പെടുകയാണ്, മൂത്രതടസ്സമായി വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, കിഡ്നി സംബന്ധമായ രോഗമാണ്, മൂത്രതടസ്സമാണ്, വല്ലാത്ത പ്രയാസമാണ്. മഹാനവർകളോടങ്ങ് പ്രയാസം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ് വസല്ലി വസല്ലിം അലാ ഖൽബി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ ഖുലൂബ് വസല്ലി വസല്ലിം അലാ ജസദി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അജ്സാദ് വസല്ലി വസല്ലിം അലാ ഖബ്രി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ ഖുബൂർ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 പ്രത്യേകതകൾ, അവിടത്തെ റൂഹ്, അവിടത്തെ ജസദ്, അവിടത്തെ ഖൽബ്, അവിടത്തെ ഖബർ, 4 പ്രത്യേകതകൾ മുന്നിൽ വെച്ചുള്ള ഒരു സലാത്ത് അങ്ങ് പഠിപ്പിക്കുകയാണ്. ഫമസ്തൈഖല അക്സറ മിൻ ദിക്രിഹാ ഫആഫാഹല്ലാഹ്. ഈ സലാത്ത് അങ്ങ് അധികരിപ്പിച്ചപ്പോൾ ആ രോഗം പിന്നെ കാണാനില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടത്തെ പറ്റി പഠിച്ച് അവിടത്തോട് സ്നേഹം വച്ച്, അതേ നാം എത്രത്തോളം സ്വലാത്ത് ചൊല്ലുന്നുവോ അത്രത്തോളം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാം. ഇരിക്കട്ടെ, ഞാൻ സൂചിപ്പിച്ചത് അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയെ സ്നേഹിച്ച മിണ്ടാപ്രാണികളുടെ കഥ എന്താണ്? അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തികളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ എത്രത്തോളം ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആ ഖൈബറിൽ നിന്ന് കിട്ടിയ കഴുതയെ കൊണ്ടുവന്നപ്പോൾ ഫതകല്ലമൽ ഹിമാർ, ആ കഴുത സംസാരിക്കുകയാണ്. അത് പറയുന്നത് എന്താണെന്നറിയുമോ? മുത്തുനബി ചോദിച്ചു, മസ്മുക, നിന്റെ പേരെന്താണ്? കഴുത പറഞ്ഞു, യസീദ് ഇബ്നു ശിഹാബ് എന്നാണ്. ജൂതനായ ഒരു മനുഷ്യനായിരുന്നു ഇതുവരെ എന്റെ ഉടമസ്ഥൻ. അൽഖറജല്ലാഹു മിൻ നസ്ലി ജദ്ദി 60 ഹിമാറ കുല്ലുഹും ലം യർകബുഹു ഇല്ലാ നബിയ്യുൻ വലം യബ്ഖ മിൻ നസ്ലിൻ ജദ്ദി ഗൈരി വലാ മിനൽ അംബിയാഇ ഗൈറുക. ആ കഴുത പറയുന്നു, നബിയേ, എന്റെ പരമ്പരയിൽ 60 കഴുതകളുണ്ട്. അതിന്റെ മുകളിലെല്ലാം അമ്പിയാക്കൾ വാഹനം കയറിയവരാണ്, യാത്ര ചെയ്തവരാണ്. ഇനി ആ പരമ്പരയിലുള്ളത് ഞാനാണ്. നബിമാരിൽ ബാക്കിയുള്ളത് നിങ്ങളുമാണ്. അതേ, ജൂതനായ ഒരു മനുഷ്യനാണ് എന്റെ മുതലാളിയെങ്കിലും ഇതുവരെ എന്റെ മുകളിൽ അയാൾ യാത്ര ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ടില്ല.
അയാൾ എൻ്റെ മുകളിൽ കയറാൻ വരുമ്പോഴൊക്കെ ഞാൻ മടി പിടിച്ചങ്ങ് കടന്നു കളയും. അയാൾ എൻ്റെ വയറിന് ചവിട്ടിക്കളയും, എന്നെ വല്ലാതെ ദ്രോഹിച്ച് വേദനിപ്പിക്കും. അതെല്ലാം സഹിച്ച് ഞാൻ അങ്ങ് കിടക്കുകയായിരുന്നു അങ്ങയുടെ മുന്നിലെത്തുന്നതുവരെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, വഖദ് സമ്മൈതുക യഅഫൂറ, എങ്കിൽ നിന്റെ യസീദ് ഇബ്നു ശിഹാബ് എന്ന പേര് മാറ്റിയിട്ട് യഅഫൂർ എന്ന് ഞാൻ നിനക്ക് പേര് മാറ്റി വിളിക്കുകയാണ്. അതിന്റെ കാരണം പറയുന്നുണ്ട്. സംഗതി കഴുതയാണെങ്കിലും അത് മാൻപേടയെ പോലെ ഓടുമായിരുന്നു, അത്രയും ശക്തി അതിനുണ്ട്. അതുകൊണ്ട് മുത്തുനബി യഅഫൂർ എന്നതിന് പേര് കൊടുക്കുകയാണ്. അങ്ങനെ പിൽക്കാലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഅഫൂറിന്റെ മുകളിലാണ് കയറി സഞ്ചരിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയാൽ അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീടിന്റെ മുറ്റത്തിറങ്ങി നിന്നാല് കഴുത മുന്നോട്ട് പോയിട്ട് വീടിന്റെ വാതിലിൽ മുട്ടും. വീട്ടുകാരൻ വന്നങ്ങ് വാതിൽ തുറന്നാൽ കഴുത അതിന്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കും. ഇസ്തജിബ് റസൂലല്ലാഹി, അള്ളാന്റെ ഹബീബ് വന്നിട്ടുണ്ട്, ആ ഹബീബിന് ഉത്തരം നൽകണമെന്ന് ആംഗ്യം കാണിക്കും. അത് സഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്മാരായ സഹാബത്ത് മുത്തുനബിയുടെ ചരിത്രം പറയുമ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് യാത്ര കഴിഞ്ഞ് കഴുതയുടെ പുറത്തു നിന്നിറങ്ങിയാൽ കഴുത ഒന്ന് വീടിന്റെ വാതിലിൽ മുട്ടും. വാതില് തുറക്കുമ്പോൾ മുത്തുനബിയിലേക്ക് ആംഗ്യം കാണിക്കും. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ഹബീബ് വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫലമ്മാ ഖുബിലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് വഫാത്തായപ്പോൾ ജാഅ ഇലാ ബിഇരിൻ കാനത് ലി അബുൽ ഹൈസം ഇബ്നു തീഹാൻ, അബുൽ ഹൈസമിന്റെ കിണറിലേക്ക് ഓടി വരികയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായ സങ്കടത്താൽ അതേ അതാ കിണറിലേക്ക് അങ്ങ് ചാടുന്നു. ഫദാലിക ഖബറുഹു, പിന്നീട് അതിന്റെ ഖബർ അതായി മാറി. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മിണ്ടാപ്രാണികൾ പോലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, അള്ളാഹിന്റെ ഹബീബിന്റെ മദ്ഹ് പാടി. പക്ഷേ ആ നബി തങ്ങളുടെ ഉമ്മത്തികളായ നമ്മൾ ഇന്ന് ഭൗതിക താരങ്ങളുടെ പിന്നാലെയാണ്. ആ മുത്തുനബിയുടെ പേരിൽ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടാൻ സുബ്ഹാനല്ലാഹ് നമുക്ക് സമയമില്ല. ഒരു സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിച്ചാൽ 10 സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സമയമില്ല. എത്രയെത്ര അതേ വേദികളാണ്. ഇപ്പൊ ഓണവും റബീഉൽ അവ്വലും ഒരുമിച്ചാണ് വന്നത്. ഏത് മതക്കാരുടെ ആഘോഷങ്ങളും അവർക്ക് നടത്താം. ഇസ്ലാം സൗഹൃദത്തിന് വലിയ പ്രത്യേകത നൽകിയിട്ടുണ്ട്. മതസൗഹാർദ്ദത്തെ, മനുഷ്യ സൗഹാർദ്ദത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അക്രമത്തിനും അനീതിക്കും അരാജകത്വത്തിനും ഒരിക്കലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഒരിക്കലും അക്രമത്തിന് ഇസ്ലാം അനുവാദം നൽകിയില്ല. ആരെയും ആക്രമിക്കാൻ മതം അനുവദിക്കുന്നില്ല. പക്ഷേ ആരുടെയും ആചാരങ്ങളും ആരാധനകളും കടമെടുക്കാനും പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഏത് മതക്കാർക്കും അവരുടെ ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ. അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതിന്റെ ഇടയിൽ നമ്മൾ ഇടപെടാനും പാടില്ല. അതേസമയം നഊദു ബില്ലാഹ്, ഇന്ന് ക്യാമ്പസുകളിലെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണ്? നാം ഇന്ന് പത്രങ്ങൾ വായിച്ചില്ലേ? ഈ പത്രഗോളങ്ങളിൽ വാർത്തകൾ കണ്ടില്ലേ? എത്രയധികം വേദനയാണ്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മക്കളുടെ പേരെന്താണ്? ഞാനതൊന്നും പറഞ്ഞു സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിനെ പഠിക്കാനും ആ ഹബീബിനെ അറിയാനും മിണ്ടാപ്രാണികൾ സ്നേഹിച്ചതുപോലെയെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബിനെ സ്നേഹിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ സദസ്സ് ഒരു കാരണമായാൽ അതേ നമുക്ക് വിജയിക്കാം.
ആ സ്വലാത്തും ആ സ്നേഹവും ആ ആദരവും ആ ബഹുമാനവും ആര് നിലനിർത്തിയോ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? പരിശുദ്ധ ദീന് പഠിപ്പിച്ചത് എന്താണ്? തഅലീമു മാ അല്ലമഹുല്ലാഹ്. അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കണം. അല്ലാഹുവിന്റെ ദീൻ അതാണ് പഠിപ്പിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ആദരിച്ചതാണ്. അവിടത്തെ ജന്മദിനത്തെ അല്ലാഹു ആദരിച്ചതാണ്. അവിടത്തെ ജന്മമാസത്തെ അല്ലാഹു ആദരിച്ചതാണ്. മഹാന്മാരെ അല്ലാഹു ആദരിച്ചതാണ്. ഇവിടെ കണ്ടില്ലേ, കാഞ്ഞിരമറ്റം ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഇന്ത്യക്കാരനല്ല, കേരളക്കാരനുമല്ല, കാഞ്ഞിരമറ്റംകാരനല്ല, ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഴിയുള്ള പരമ്പരയിലെ 20ാമത്തെ പൊന്നുമോനാണ് ആ ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടത്തെ ആദരിക്കുന്നു, അവിടത്തെ നാം സ്നേഹിക്കുന്നു, അവിടത്തെ നാം ബഹുമാനിക്കുന്നു. ആ സ്നേഹവും ബഹുമാനവും എത്ര കണ്ട് നമ്മളിലുണ്ടോ അതനുസരിച്ച് ദുനിയാവിലെ ജീവിതത്തിലും അതിലുപരിയായി ആഖിറത്തിലും അല്ലാഹു നമ്മളെ ഉയർത്തും. അതിന് യാതൊരു തർക്കവും ഇല്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹല്ലിലെ ഉസ്താദ് അവറുകളും നമ്മളുടെ സദസ്സിലേക്ക് എത്തിച്ചേരുന്നു. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഈ മജ്ലിസ് നമ്മുടെ മഹല്ലിലെ ഉസ്താദന്മാരെല്ലാം നമ്മളുടെ വേദിയിലേക്ക് എത്തുന്നുണ്ട്. മുതഅല്ലിമീങ്ങളും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ഈ മജ്ലിസിന്, ഈ വേദിക്ക്, ഈ നഗറിന് പേരിട്ടത് എന്താണ്? ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബിന്റെ പേരാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ തോട്ടമാക്കുമാറാകട്ടെ. നൗഷാദ് സാഹിബ് സാധാരണ ഒരു പ്രവർത്തകരെ പോലെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഓടി നടന്നു പ്രവർത്തിച്ച ഒരാളാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആയുസ് കൊടുത്ത കാലം സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെ ആണ്ട് മുഹറം മാസത്തിലാണ്. മുഹറം 5-6-നാണ് അവിടത്തെ ആണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും മലയാള മാസത്തിലല്ല. ഈ വർഷവും നമ്മൾ കണ്ടിട്ടുണ്ട്. അജ്മീറിൽ പോയവർക്കറിയാം, അജ്മീറിൽ അതേ ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പേരെഴുതി വെച്ചതായ ഒരു വാതിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. നിങ്ങളുടെ നാടിന്റെ അലങ്കാരമാണ്, ഈ നാടിന്റെ വലിയ അഭിമാനമാണ്, ഈ നാടിന്റെ ആവേശമാണ് ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ अजीज ख्वाजा ये हिंद ओ दरबार है अला तेरा कभी महरूम नहीं मांगने वाला तेरा ख्वाजा ये हिंद ओ दरबार है अला तेरा कभी महरूम नहीं मांगने वाला तेरा ഇന്ത്യയിൽ ഞങ്ങൾക്ക് വരാനുള്ള വലിയ സന്നിധിയാണല്ലോ ഖാജാ ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഓ കാഞ്ഞിരമറ്റംകാരേ, ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ തങ്ങളുടെ ചാരത്ത് ബഹുമാനപ്പെട്ട ശൈഖ് ഫരീദുദ്ദീൻ ഔലിയയുടെ പേരിൽ ഒരു വാതിലുണ്ട്, ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അത് നിങ്ങൾക്കറിയുമോ? നിങ്ങളൊന്ന് കാണണേ. മുഹറം 5-നാണ് ആ വാതില് തുറക്കുക. അതിനു മുമ്പും തുറക്കാറില്ല, അതിനു ശേഷവും തുറക്കാറില്ല. ഖാജാ തങ്ങളുടെ ആണ്ട് പ്രമാണിച്ച് തുറക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ആ ആണ്ടിന്റെ മാസങ്ങൾ വരുമ്പോഴേക്കും നൗഷാദ് സാഹിബ് വിളിച്ചുപോയി ഇവിടെയുള്ള പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഉസ്താദേ, ഖാജാ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഔലിയയുടെ ആണ്ട് കഴിക്കണ്ടേ? വളരെ വിശാലമായി കഴിക്കണം. എത്ര വലുതാക്കിയാലും അദ്ദേഹത്തിന് മതിയാകാറില്ല.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ മാസം വന്നാലും ഹബീബിന്റെ പേരില് വലിയ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് ചെറിയ പ്രയാസങ്ങൾ വന്നപ്പോ ചെറുതായെങ്കിലും അത് നടത്താതെ അദ്ദേഹം മാറി നിൽക്കാറില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവുകയാണ്, വിനീതനായ ഞാനുമായി വളരെ വലിയ ബന്ധമുണ്ട്. ഈ വഴിയെങ്ങാനും സഞ്ചരിച്ചാൽ വീട്ടിൽ കയറാതെയോ വിളിക്കാതെയോ പോയാൽ അതിനു മാത്രമാണ് അദ്ദേഹം എന്നോട് പിണങ്ങിയിട്ടുള്ളത്, അതല്ലാതെ എന്നോട് വിഷമിച്ചിട്ടില്ല. ഈ വഴി പോയാൽ വീട്ടിൽ കയറണം, വീട്ടിൽ കയറിയാൽ ഫരീദുദ്ദീൻ ഔലിയയുടെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതണം, അത് അദ്ദേഹത്തിന് നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ വന്നാലോ വിനീതനായ ഞാൻ സേവനം ചെയ്യുന്ന നമ്മുടെ ജില്ലയിലെ ജാമിയ അശ്അരിയ സ്ഥാപനം, 300ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ അദ്ദേഹവും ഇവിടുത്തെ പ്രവർത്തകരെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. ആ വീട്ടിൽ വന്ന് അവിടെയൊന്ന് ഇരുന്നാൽ അദ്ദേഹം ഇറങ്ങുകയായി. വീട്ടിന്റെ അദ്ദേഹത്തിന്റെ സ്ഥലത്തുള്ള വാഴക്കൊലയോ തേങ്ങയോ എന്തെങ്കിലും ഒന്ന് ആ സ്ഥാപനത്തിന്റെ മക്കൾക്ക്, അതേ മുതഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് തരാതെ അദ്ദേഹത്തിന് സമാധാനമില്ല. അങ്ങനെ ദീനിനെ സ്നേഹിച്ചു, ആലിമീങ്ങളെ സ്നേഹിച്ചു, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചു. ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ തങ്ങളുടെ ആ വലിയ ഇഷ്ടക്കാരനായി മാറി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്ഹും മഹബ്ബത്തിനും വേണ്ടി ഓടി നടന്നു. ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ബിദ്അത്തിന്റെ ആളുകൾ ദീനിനെ തകർക്കാൻ വരുമ്പോ, മുത്തുനബിയോടുള്ള മഹബ്ബത്തിനെ എതിർക്കുമ്പോ, ഫരീദുദ്ദീൻ ഔലിയ തങ്ങളുടെ ആ മഹാനവറുകളെ അങ്ങ് വിമർശിക്കുമ്പോ നെഞ്ചിലെ വേദനയുമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്നു. കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനല്ല, വലിയ തങ്ങളല്ല, അല്ലെങ്കിൽ വലിയൊരു പണക്കാരനല്ല. പക്ഷേ ഇവിടെ മുത്തുനബിയുടെ പേരിൽ ഒരു മജ്ലിസ് വെച്ചപ്പോ, ഇന്നലെയും വഅദ് നടന്നിട്ടുണ്ട്, ഇന്നും വഅദ് നടക്കുന്നുണ്ട്, സയ്യിദ് അവറുകൾ ദുആ ചെയ്യാൻ എത്തുന്നുണ്ട്. ഈ മജ്ലിസിന്റെ പേരെന്താണ്? നൗഷാദ് സാഹിബിന്റെ പേരല്ലേ? ഞാൻ ഈ പറയുമ്പോഴും ഈ സമയത്തും ഈ മജ്ലിസിനേക്കാൾ വലിയ വെളിച്ചം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുന്നില്ലേ? ദീനത് പഠിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? ആരാകണം ഞാനെന്ന്, എങ്ങനെയാകണം ഞാനെന്ന്, എങ്ങനെ ജീവിക്കണം ഞാനെന്ന് ഇവിടെ നിന്നൊന്ന് പഠിക്കാൻ, മാതൃകയാക്കാൻ ഈ വേദി നമുക്ക് ഉപകരിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാകട്ടെ, സ്വർഗത്തിന്റെ തോട്ടം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, ഖബർ വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മക്കള് എല്ലാവർക്കും നമുക്കും ബറക്കത്ത് തരുമാറാകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അല്ലാഹുവിന്റെ ദീൻ പിതാവുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. മരണപ്പെട്ട കാർന്നവന്മാർ അവർക്കൊക്കെ അല്ലാഹു ഖബർ വിശാലമാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് അല്ലാഹുവിന്റെ ദീൻ ആദരിക്കാൻ പറഞ്ഞതിനെ മുഴുവൻ ആദരിക്കണം. ദീൻ ആദരിക്കാൻ പറഞ്ഞതിനെ മുഴുവൻ ആദരിക്കണം. ആ ആദരവ് ആദരിക്കുന്നവർക്ക് ആദരവ് കിട്ടാനുള്ള കാരണമാണ്. അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ ദിവസത്തെ നാം ആദരിച്ചാൽ, ആദരിക്കാൻ പറഞ്ഞ വ്യക്തിയെ നാം ആദരിച്ചാൽ, ആദരിക്കാൻ പറഞ്ഞ മാസത്തെ ആദരിച്ചാൽ, ആദരിക്കാൻ പറഞ്ഞതിനെ നാം ആദരിച്ചാൽ നമുക്ക് അല്ലാഹു ആദരവ് നൽകും. ആ ആദരവിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഈ നഗറിന്റെ പേരെന്താണ്, പേരെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ സൂചിപ്പിച്ചത് ഈ വേദി നാം ഉപയോഗപ്പെടുത്തണം. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി
ആ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, മൗലിദ് പാരായണം ചെയ്യണം, ആ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. ഇന്നലെയും മൗലിദ് നടന്നു, ഇന്നും ഇവിടെ മൗലിദ് നടന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹിജറ 995 വഫാത്തായ ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഹനഫി റഹിമഹുല്ല അടക്കം ധാരാളം പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്, ഈ മൗലിദിന്റെ മജ്ലിസ് യുസ്തജാബു ദുആഉ ഫീ മജ്ലിസിൽ മൗലിദ്. മൗലിദിന്റെ മജ്ലിസ് മൗലിദോദിയിട്ട് അങ്ങ് ദുആ ചെയ്താൽ ആ മജ്ലിസിൽ ദുആഇന് ഉത്തരം കിട്ടുമെന്ന് മഹാനായ ഖുതുബുദ്ദീനുൽ ഹനഫി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ പരിപാടി തുടങ്ങുമ്പോ നാം മൗലിദോദിയത്, വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ മൗലിദോതുന്നത്, അതേ കല്യാണ ദിവസം മൗലിദോതുന്നത്. ഇന്ന് കല്യാണ ദിവസം DJ പാർട്ടിയാണ്, കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത കോലാഹലമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കല്യാണത്തിന് നടക്കേണ്ടത് മൗലിദ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മൗലിദിന് പോയി. സുബ്ഹാനല്ലാഹ്. ജാമിയ അശ്അരിയ സ്ഥാപനത്തിന്റെ അടുത്തുള്ള നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഹ് ആലുവ മുട്ടമ്പള്ളിയിൽ നടന്നു. 11 മണിക്ക് മൗലിദോരി 11:45 പള്ളിയിൽ പുതിയാപ്പിളയെത്തി. ആ മൗലിദോദിയ മജ്ലിസ് അവിടുന്ന് പുതിയാപ്പിളക്ക് നിക്കാഹ് ചെയ്യുന്നു, അവിടുന്ന് ദുആ നടത്തുന്നു. അങ്ങനെയാകണം മൗലിദ് നിക്കാഹിന്റെ സദസ്സുകൾ. ഇന്ന് എന്റെ കല്യാണത്തിന് എത്രയധികം റീച്ച് കിട്ടുമെന്ന് കരുതിയിട്ട്, എത്രയധികം ഫോളോവേഴ്സിന് കിട്ടുമെന്ന് കരുതിയിട്ട്, എത്രയാളുകൾ എന്റെ കല്യാണം കാണുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇല്ലാത്ത തോന്നിവാസങ്ങൾ, ഇല്ലാത്ത അനാചാരങ്ങൾ, യജമാനനായ റബ്ബിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ എന്നല്ല മനുഷ്യത്വമുള്ള മനുഷ്യർ പോലും നിന്നാല് ഉടുമുണ്ടഴിഞ്ഞു വീഴുന്നത് പോലെയുള്ള അനാചാരങ്ങൾ, അതല്ലേ മുത്തുനബിയുടെ ഉമ്മത്തിന്റെ അനുയായികളുടെ നിക്കാഹിന്റെ വേദികൾ. ഓ ചെറുപ്പക്കാരെ, ഓ കാർന്നവന്മാരെ, ഓ ഉമ്മമാരെ, ഓ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ നിക്കാഹ് അങ്ങനെയാകരുത് എന്ന് ചിന്തിക്കാനുള്ള തന്റെ ഇടം നമുക്ക് വേണം. നിക്കാഹിന്റെ സദസ്സുകൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയില്ലേ? റുബയ്യ ബിൻത് മുഅവ്വിദ്, ബദറിൽ ഷഹീദായ സഹാബിയാണ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. ആ മുഅവ്വിദിന്റെ മകൾ റുബയ്യ ബീവി, ആ റുബയ്യ ബീവിയുടെ കല്യാണമാണ്. സഹാബികളും സഹാബി വനിതകളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാപ്പയില്ലാത്തൊരു യതീം കുട്ടിയാണ്. ആ യതീം കുട്ടിയുടെ കല്യാണമാണ്. എല്ലാവരും വന്നു. ആ സദസ്സിലേക്ക് മുത്തുനബി അങ്ങ് വരുന്ന സമയത്ത് എന്താ സംഭവം എന്നറിയുമോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ വജുവൈരിയാതുൻ യംദുബുന മൻ ഖുതില മിൻ ആബാഹിന്ന യൗമ ബദർ. ബദറിൽ ഷഹീദായ മഹാന്മാരെ ബദരീങ്ങളുടെ മദ്ഹ് പറയുകയാണ്. നമ്മൾ സാധാരണ ബദർ മൗലിദ് ചൊല്ലാറില്ലേ? തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് ചല്ല സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. സംശയം വേണ്ട, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുകയാണ്. ബദറിൽ ഷഹീദായ മുഅവ്വിദ് തങ്ങളുടെ മകളുടെ റുബയ്യ ബീവിയുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് വരുന്നത് സഹാബത്താണല്ലോ, സഹാബി വനിതകളാണല്ലോ. ആ കല്യാണം നടക്കുമ്പോ മുത്തുനബി ചെല്ലുമ്പോ നടക്കുന്നത് ബദർ മൗലിദാണ്. ബദരീങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടുകയാണ്. ഹബീബ് ചെന്നപ്പോൾ അതാ അവര് മുത്തുനബിയുടെ മദ്ഹ് പാടാൻ തുടങ്ങി, മൗലിദ് ഓതാൻ തുടങ്ങി. വഫീനാ നബിയുൻ
യഅലമു മാ ഫീ ഗാദ്. നാളെ വരാനുള്ള അദൃശ്യ കാര്യങ്ങൾ പോലും അറിയുന്ന ഒരു നബി ഞങ്ങൾക്കുണ്ടേ. മുത്തുനബിയുടെ മുഅ്ജിസത്തുകൾ പറഞ്ഞ്, മുത്തുനബിയുടെ അമാനുഷികത പറഞ്ഞ് ഹബീബ് സദസ്സിലേക്ക് വന്നപ്പോൾ അതാ ബദർ മൗലിദ് ഓതുമ്പോഴും മങ്കുസ് മൗലിദ് നമ്മൾ ഓതാറുണ്ട്, മുത്തുനബിയുടെ മദ്ഹ് നമ്മൾ പറയാറുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് നമ്മൾ അങ്ങ് പറയാറുണ്ട്. ആ സഹാബികൾ ഹബീബിന്റെ മൗലിദ് ഓതിയപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊലി ബില്ലദീ കുൻതി തഖൂലീന, നിങ്ങൾ ബദരീങ്ങളുടെ മദ്ഹല്ലേ പാടിയത്, ബദരീങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത്, അത് തന്നെ നിങ്ങൾ ആവർത്തിച്ചു പറയൂ എന്ന് നബി തങ്ങൾ പറയുകയാണ്. അങ്ങനെയാണ് കല്യാണങ്ങൾ, മൗലിദാണ് കല്യാണ വേദിയിലും. ഓ സഹോദരന്മാരെ, നമ്മുടെ കല്യാണങ്ങൾ അത് വലിയ അനാചാരമായി പോയി. എന്തെല്ലാം പേക്കൂത്തുകളാണ്. ആ പേക്കൂത്തുകളെ പറഞ്ഞാൽ ഈ സദസ് വൃത്തികേടായി പോകുമോ എന്ന് പേടിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരു കല്യാണത്തിന് പോയപ്പോ സുബ്ഹാനല്ലാഹ്, ആ കല്യാണ സദസ്സിൽ കുറച്ച് നേരത്തെ എത്തിപ്പോയി. ആ എത്തിയപ്പോ ഞാൻ കരുതി എന്തായാലും കല്യാണം കഴിഞ്ഞാലും ചെവി പിന്നെ ബാക്കി വേണല്ലോ. കാരണം ഇവിടെയുള്ള ആളുകൾക്കൊന്നും ചെവി കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാകുക കല്യാണ സദസ്സിൽ പോയാൽ. അപ്പൊ ആ കല്യാണത്തിന്റെ ബന്ധപ്പെട്ട ഒരാളോട് പറഞ്ഞു. അപ്പൊ അയാൾ പറയാണ് 25,000 രൂപ കൊടുത്തിട്ടാണ് ഈ DJ പാർട്ടിനെ കൊണ്ടുവന്നത് പാട്ടുപാടാൻ. ആ 25,000 ഒരു പാവപ്പെട്ട കുട്ടിക്ക് കല്യാണത്തിന് കൊടുത്തിട്ട് കല്യാണം കഴിച്ചെങ്കിലോ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം എത്രയാ. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി. അവിടത്തെ മൗലിദോതുന്ന സദസ് ദുആഇനുത്തരമുള്ള സദസ്സാണ്. അതുകൊണ്ടാണ് വീട് താമസത്തിന് മൗലിദോതും, കല്യാണത്തിന് മൗലിദോതും, മാർക്കം കഴിക്കാൻ പോകുമ്പോഴും മൗലിദോതും. ഇപ്പൊ ഹോസ്പിറ്റലുകളിലായി മാർക്ക കല്യാണങ്ങൾ ഹോസ്പിറ്റലിലായതോടുകൂടെ മൗലിദ് ഇല്ലാതെയായി. അതിന്റെ ഭവിഷ്യത്തുകൾ കാണാനും തുടങ്ങുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ മരണപ്പെട്ട ആൾക്ക് വേണ്ടി 3 ഒരുമിച്ച് കൂടി മൗലിദോരും, 40 ഒരുമിച്ച് കൂടി മൗലിദോരും, 7 മൗലിദോരും, ആണ്ടോടാണ്ട് മൗലിദോരും. കാരണം മൗലിദ് അത് മുത്തുനബി പഠിപ്പിച്ചതാണ്, അത് സഹാബത്ത് പഠിപ്പിച്ചതാണ്, അത് ദുആഇന് ഇജാബത്തുള്ളതാണ്, അത് സ്വലാത്താണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലണം, മൗലിദോദണം. ഹൃദയത്തിൽ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് അരക്കിട്ടുറപ്പിക്കണം. ഏത് തൊഴിലേർപ്പെട്ടാലും സ്വലാത്ത് ചൊല്ലുന്നതിന് തടസ്സമില്ലല്ലോ. നിങ്ങളൊന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഹിജ്റ 181 വഫാത്തായ ശൈഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, ഹിജ്റ 181 വഫാത്തായ ശൈഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബുസ് സുഹുദിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ തങ്ങൾ? പക്ഷേ ആ ഉമർ തങ്ങളെ പറയുമ്പോ ഒരു ചരിത്രം നമ്മൾ മറന്നു പോകരുത്. ഉമർ തങ്ങളെ പറയുമ്പോ ഒരു ചരിത്രം നമ്മൾ മറന്നു പോകരുത്. എന്താ ഉമർ തങ്ങള്? അല്ലാഹു തആല ഉമർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഖുർആനിൽ ആയത്ത് പോലും ഇറക്കിയിട്ടുണ്ട്. ഖുർആനിൽ ആയത്ത് പോലും ഇറക്കിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ആഗ്രഹം അനുസരിച്ച് മുത്തുനബി തങ്ങള് സ്വർഗത്തിലെത്തുമ്പോൾ മണിമാളിക അവിടെ കണ്ടിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞു തിരിഞ്ഞിരുന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി കഴിഞ്ഞു സഹാബത്തുമായി സംവദിക്കുമ്പോ തലേ ദിവസം രാത്രിയിൽ പോയ മിഅ്റാജ് രാപ്രയാണത്തെ പറ്റി പറയുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നു, ഞാൻ ആ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായ ഒരു മാളിക ഞാൻ കാണുകയാണ്. അതിമനോഹരമായ ഒരു മാളിക കാണുകയാണ്.
അതിന്റെ വലിയ ആകർഷണം, അതിന്റെ അലങ്കാരം, അതിന്റെ ആഡംബരം എന്നെ അങ്ങോട്ട് ആകർഷിച്ചു. അതിലൊന്ന് കയറിയാലോ എന്ന് ഞാൻ അങ്ങ് കരുതിപ്പോയി. പക്ഷേ കയറിയില്ല എന്ന് പറയുമ്പോ സഹാബത്ത് ചോദിച്ചു, ലിമാദാ, എന്തേ തങ്ങൾ അതിൽ കയറാതെ പോന്നു? മുത്തുനബി പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഉമറേ, അതിന്റെ മുന്നിൽ ഒരു നെയിം ബോർഡ് ഉണ്ട്, ഹാദിഹി ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഉമർ തങ്ങൾക്കുള്ളതാണെന്നൊരു ബോർഡ് ഉണ്ട്. നിനക്കുള്ള മാളികയിൽ നീ കയറി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി കയറാതെ പോന്നതാണ് ഉമറേ. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയുമോ? ആ ഉമർ തങ്ങൾ ഒരിക്കൽ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഉമർ തങ്ങൾ ഒരിക്കൽ മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന് പറയുന്നു, ഉഹിബ്ബുക യാ റസൂലല്ലാഹ് അൻ കുല്ലി ശൈഇൻ ഗൈറ നഫ്സി, ഞാൻ അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നബിയെ, ലോകത്തുള്ള സർവ്വതിനേക്കാളും, എന്റെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും ഭാര്യയേക്കാളും മക്കളിനേക്കാളും, അൻ കുല്ലി ശൈഇൻ, എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുന്നു നബിയെ, ഗൈറ നഫ്സി, എന്റെ സ്വന്തം ശരീരം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാത്തിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഉമറേ, വല്ലദീ നഫ്സി ബിയദിഹി, പടച്ച തമ്പുരാനെ തന്നെ സത്യം, നീ എങ്കിൽ യഥാർത്ഥ മുഅ്മിനല്ല, നീ യഥാർത്ഥ മുഅ്മിനല്ല. ഇത് പറയേണ്ട താമസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഫ്സി യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു നബിയേ. ഇതങ്ങ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ നീ യഥാർത്ഥ മുസ്ലിമായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയവനാണെങ്കിലും, ഏത് വലിയ മുസ്ലിയാരാണെങ്കിലും, ഏത് വലിയ തങ്ങളാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുസ്തഫ റസൂലുള്ളാഹി എത്രയെത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ നാം കാണുന്നില്ലേ? മുത്തുനബിയെ എതിർക്കുന്ന, അവിടത്തെ നിസാരപ്പെടുത്തുന്ന ആളുകൾ, അവർ ചിലപ്പോ വലിയ വലിയ പ്രവർത്തനം നടത്തുന്നുണ്ടാകാം, എത്ര വലിയവരാകാം, പക്ഷേ വിലയില്ല, അതിനൊരു സ്ഥാനവുമില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അൽ ആന യാ ഉമർ. ഇരിക്കട്ടെ, ഞാൻ സൂചിപ്പിച്ചത് മൗലിദ് സഹാബികളുടെ പതിവാൻ, അതിനാ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇന്നോ ഇന്നലെയോ ഉള്ള ആളല്ല. ഹിജ്റ 181 വഫാത്തായ ശൈഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബു സുഹുദിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ പാതിരാ സമയത്ത് സഞ്ചരിക്കുകയാണ്. രാജാവിന്റെ സ്വഭാവം അങ്ങനെയാണ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരുടെ സ്വഭാവം അങ്ങനെയാണ്. തന്റെ പ്രജകളിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പാതിരാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് തന്റെ ഭരണപ്രദേശത്തുകൂടെ. ഒരു കുടിലിൽ നിന്നതാ വെളിച്ചം പുറത്തേക്ക് വരുന്നു. രാത്രിയായിട്ടും ഈ കുടിലുള്ളവരെന്തേ ഉറങ്ങാത്തത്? ഉമർ ഇബ്നുൽ ഖത്താബിന് വല്ലാത്ത അത്ഭുതമായി. ആ വീടിന്റെ അടുക്കലേക്ക് അങ്ങ് ചെല്ലുകയാണ്. ഉമർ തങ്ങൾ ചെല്ലുമ്പോൾ ആ വീട്ടിൽ അതാ വൃദ്ധയായ ഒരു ഉമ്മയാണ്. ആ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് ചൊല്ലുന്ന സമയത്ത് അവര് വീട്ടിലെ കൈത്തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പണി ചെയ്യുമ്പോഴും അവർ ജോലിയെടുക്കുമ്പോഴും അവർ മൗലിദ് ഓതുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ല അലൈഹി ത്വയ്യിബൂനൽ ആഖിയാർ ഖദ് കുൻത ഖവ്വാമൻ ബുകിയ
الأطوار يا ليت شعري والمنايا الأسهار أشرف الخلق رسول الله ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ മൗലിദ് ഓതുകയാണ്, അവിടത്തെ മദ്ഹ് പറയുകയാണ്, അവിടത്തെ ആരാധനകളെ പുകഴ്ത്തുകയാണ്, അവിടത്തെ സ്ഥാനമാനങ്ങളെ പറയുകയാണ്, അവിടത്തെ പേരിൽ ലോകം സ്വലാത്ത് ചൊല്ലുന്നതിനെ വാഴ്ത്തുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ല അലൈഹി ത്വയ്യിബൂനൽ ആഖിയാർ ഖദ് കുൻത ഖവ്വാമൻ ബുകിയുൽ അത്വാർ യാ ലൈത ശഅരി വൽ മനായൽ ആസ്ഹാർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് കൊണ്ട് തുടങ്ങിയിട്ട് അവിടത്തെ മൗലിദ് ഇങ്ങനെ ഓതിയിട്ട് അവസാനമാ ഉമ്മ പറയുന്നത് എന്താണ്? ഹൽ തജ്മഅന്നി വ ഹബീബി അദ്ദാർ ഹൽ തജ്മഅന്നി വ ഹബീബി അദ്ദാർ. മൗലിദ് ഓതിയിട്ട് ദുആ ചെയ്യുന്നു, റബ്ബേ എന്റെ ഹബീബ് റബ്ബേ എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ എന്നെയൊന്ന് സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ നാഥാ. അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലിയിട്ട് മൗലിദ് ഓതിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തില് അതാ പാതിരാത്രിയിൽ വീട്ടുജോലി ചെയ്യുന്നതിനിടയിലും ഉമ്മ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ ഫബക്ക ഉമറു, രാജ്യത്തെ രാജാവാണ്, അമീറുൽ മുഅ്മിനീനാണ്, കിസ്റ കൈസറിനെ വിറപ്പിച്ച രാജാവാണ്. പക്ഷേ ഉമർ തങ്ങൾ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. ഫഖറഅൽ ബാബ്, വാതിലങ്ങ് മുട്ടി. ആ ഉമ്മ ചോദിച്ചു, പാതിരാ സമയത്ത് ആരാണ് എൻ്റെ വീടിന്റെ വാതിൽ മുട്ടുന്നത്? മറുപടി വന്നു, ഉമർ ഇബ്നുൽ ഖത്താബ്. ഭരണാധികാരിയാന്നല്ല, ഉമർ ഇബ്നുൽ ഖത്താബാണെന്ന് മറുപടി. ആ ഉമ്മയങ്ങ് പേടിച്ചു പോയി. ഉമർ ഫീ ഹാദിഹി സഅ, രാജ്യത്തിന്റെ ഭരണാധികാരിയായ രാജാവായ ഉമർ പാതിരാവിലെ എന്റെ ഈ കുടിലെന്തിനാണ് വന്നത്? ഉമർ തങ്ങളോട് ചോദിച്ചിട്ട് ബേജാറോടെ ഓടി വന്ന് വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, റുദ്ദി അലയ്യ യാ ഉമ്മാ, നിങ്ങളോദിയ മൗലിദില്ലേ, നിങ്ങൾ ചൊല്ലിയ സ്വലാത്തില്ലേ, അതൊന്നുകൂടെ ഒന്ന് പാടുമോ, ഒന്നുകൂടെ ഒന്ന് ചൊല്ലുമോ? അങ്ങനെ ആ ഉമ്മ വീണ്ടും മുത്തുനബിയുടെ മൗലിദ് ഓതി അതങ്ങ് ഒതിയപ്പോൾ ആ ഉമ്മയോട് ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, എന്നെയും കൂടെ ആ ദുആയിലൊന്ന് ചേർക്കുമോ? ഫബക ഉമർ ബുകഅൻ ശദീദാ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് കേട്ട് വീട് ജോലി ചെയ്യുമ്പോഴും ഉമ്മ മൗലിദ് ഓതി ദുആ ചെയ്യുന്നത് കണ്ട് ഉമർ തങ്ങൾ ഇത് ശരിയല്ലെന്ന് പറഞ്ഞില്ല, ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞില്ല, ഇത് ഇസ്ലാം ദീനല്ലെന്ന് പറഞ്ഞില്ല. ഉമർ തങ്ങൾ കരഞ്ഞിട്ട് പറയുന്നത്, ഉമ്മ എനിക്ക് കൂടെ ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ ഉടൻ തന്നെ ദുആ ചെയ്യുന്നു, ഹൽ തജ്മഅന്നി വ ഹബീബി അദ്ദാർ വ ഉമറ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ദുആഇന് നേതൃത്വം നൽകുന്ന ആദരണീയനായ സയ്യിദ് സഹൽ അംജദി സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സയ്യിദ് അവർകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, തൊടുപുഴക്കാരനാണെങ്കിലും കാസർഗോഡ് ധാരാളം വേദികളിൽ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് അവർകളാണ് നമ്മളുടെ ഈ സദസ്സിലേക്ക് എത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹു കൊടുത്ത സ്ഥാനമാണ്. അതിനെയും അള്ളാഹു ഉയർത്തി അനുഗ്രഹം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിൽ നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി നസീഹത്ത് ചെയ്ത് ദുആ ചെയ്യും. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ആ രാത്രിയിൽ തന്റെ ജോലികൾക്കിടയിലും മൗലിദോതി ദുആ ചെയ്യുന്ന ഉമ്മയോട് പറയുന്നൊരു ഉമ്മ, എന്നെയും കൂടെ ആ ദുആയിൽ അങ്ങ് ചേർക്കുമോ എന്ന് പറയുമ്പോ ആ ഉമ്മ അതേ ദുആ ചെയ്യുകയാണ്. ഹൽ തജ്മഅന്നി വ ഹബീബി അദ്ദാർ വ ഉമറ ഫഗ്ഫിർ ലഹു യാ ഗഫ്ഫാർ. അതേ ഉമർ തങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാ. ഇതാണ് സഹാബികളുടെ മാതൃക, ഇതാണ് മുത്തുനബിയുടെ മാതൃക, ഇതാണ് ദീനിന്റെ മാതൃക. അതുകൊണ്ട് ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിനോട് ടച്ചുള്ള പ്രവൃത്തിയാകണം നമ്മുടേത്. നമ്മുടെ വീടിന്റെ താമസമുണ്ടായാലും, നമ്മുടെ വീട്ടിൽ കല്യാണമുണ്ടായാലും, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാലും, കുട്ടി ജനിച്ചാലും, ആള് മരിച്ചാലും, ഏത് കാര്യമുണ്ടായാലും ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഉണ്ടാകണം, മൗലിദ് ഉണ്ടാകണം, സ്വലാത്ത് ഉണ്ടാകണം, ആ ഹബീബിന്റെ മാതൃകയുണ്ടാകണം, അവിടുത്തെ തിരുസുന്നത്തുകൾ നടപ്പിൽ വരുത്തണം. അങ്ങനെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ രാജകുമാരനായി ഹബീബ് റസൂലുള്ളാഹി, മുസ്തഫ റസൂലുള്ളാഹി, മുജ്തബ റസൂലുള്ളാഹി, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയുക. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയില്ലേ, ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സ്വലാത്ത് കൈവിടല്ല. അള്ളാന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് കാണാം, ഒരു ഭാഗത്ത് പരിശുദ്ധ ദീനിനെ എതിർത്തിട്ട് ബിദ്അത്തുകാർ രംഗപ്രവേശനം ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബിനെ ഇകഴ്ത്തുന്നു, അവിടുത്തെ മുഅ്ജിസത്തുകൾ നിഷേധിക്കുന്നു. മഹാന്മാരായ ഔലിയാക്കൾ, ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള ഔലിയാക്കളെ വല്ലാതെ വിമർശിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോ വേറൊരു ഭാഗത്ത് ആത്മീയത ചൂഷണത്തിന്റെ വേദിയായി കാണുന്നു. കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരില്ലേ, ഇന്നലെയും മിനിഞ്ഞാന്നും കാണാതെ എവിടെയായിരുന്നു എന്ന് പോലും അറിയാതെ ഇന്നൊരു പച്ചത്തട്ടവും ഇട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും അത്ഭുതം കാണിച്ചു വന്നാൽ അതൊക്കെ ആത്മീയതയാണെന്ന് കരുതി അതിന്റെ പിന്നാലെ കൂടി വഴിതെറ്റിപ്പോകുന്ന ആളുകളില്ലേ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദീനില്ലാതെ ഒരു ത്വരീഖത്തില്ല, ദീനില്ലാതെ ഒരു ശൈഖില്ല, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാതെ ഒരു ശൈഖില്ല. അങ്ങനത്തെ ശൈഖിനെ പിന്തുടരല് മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയല്ല. ഈ കാലഘട്ടത്തിൽ മുറബ്ബിയായ ശൈഖിനെ കണ്ടെത്തിക്കൽ വലിയ പ്രയാസമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയത് എന്താണ്? നമ്മളുടെ ജീവിതം തെറ്റുകളിലേക്ക്, കുറ്റങ്ങളിലേക്ക്, ഹറാമുകളിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക്, തിന്മകളിലേക്ക് വഴുതിപ്പോകാതിരിക്കാൻ സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. എത്ര സ്വലാത്ത് ചൊല്ലുന്നുവോ ആ സ്വലാത്ത് നമ്മളെ തർബിയത്ത് ചെയ്യുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ ത്വാഹ റസൂലുള്ളാഹി, ആ ഹബീബിന്റെ ഈ മദ്ഹിന്റെ വേദിയിൽ നിന്ന് സ്വലാത്ത് ചൊല്ലാൻ പ്രതിജ്ഞയെടുക്കണം. ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ കഴിയണം. ഏറ്റവും ചുരുങ്ങിയത് സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഒരു 11 സ്വലാത്തെങ്കിലും ചൊല്ലാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഈ കാഞ്ഞിരമറ്റത്തുള്ള ധാരാളം നല്ലവരായ പ്രവർത്തകർ, അവരൊരുമിച്ച് കൂടി സംഘടിപ്പിച്ച വേദിയാണ്. പറയുന്ന എന്നെക്കാളും ഒരുപക്ഷെ ദുആ ചെയ്യാൻ വന്ന തങ്ങളെ
ഞങ്ങളെക്കാളും ആരെക്കാളും ആ പ്രവർത്തകർക്കാണ് യഥാർത്ഥത്തിൽ സ്ഥാനം. അവർ വേദിയിലില്ല, അവർ നോട്ടീസിലില്ല, അവർ ഈ സ്റ്റേജിലിരിക്കുന്നില്ല, അവരെ ഒരുപക്ഷെ പലരും കാണുന്നില്ല. അവരിപ്പോഴും പണ്ടാരപ്പുരയിലായിരിക്കും. ഈ മുഅ്മിനീങ്ങൾക്ക് തബറുക്ക് വിതരണം ചെയ്യാനുള്ള തിരക്കിൽ ചോറ് പാക്ക് ചെയ്യുകയായിരിക്കും. ഇങ്ങനെ ഒരു സദസ്സിൽ കൂടാൻ പോലും ചിലപ്പോ അവർക്ക് കഴിയില്ല. പക്ഷേ അവരാണ് ഇതിൽ ഏറ്റവും അധികം വിജയിച്ചവര്, അവരാണ് ഇതിൽ ഏറ്റവും അധികം രക്ഷപ്പെട്ടവര്. കാരണം അവരാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹിന്റെ പ്രവർത്തകരെ. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വ് ഇല്ലൽ മുത്തഖീൻ. യജമാനനായ റബ്ബവന്റെ കലാമായ ഖുർആനിൽ പറയുന്നുണ്ട്, റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അൽ അഖില്ലാഉ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വ്, കൂട്ടുകൂടിയവർ, ദുനിയാവിൽ ചങ്ങാത്തം കൂടിയവർ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നവര്, അവർ പരസ്പരം പോർവിളിക്കും, ശത്രുക്കളാകും. കൂട്ടുകൂടി സിനിമക്ക് പോയവരുണ്ട്, കൂട്ടുകൂടി DJ പാർട്ടിക്ക് പോയവരുണ്ട്, ചെങ്ങാത്തം കൂടിയിട്ട് അനാചാരങ്ങൾക്ക് പോയവരുണ്ട്, കൂട്ടുകൂടിയിട്ട് വേണ്ടാത്തരങ്ങൾ ചെയ്തവരുണ്ട്. അതേ അവർ റബ്ബിന്റെ കോടതിയിൽ ദുനിയാവിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്സുകളാണെങ്കിലും റബ്ബിന്റെ കോടതിയിൽ അവർ പഴിചാരും, അവർ പരസ്പരം പോരടിക്കും, അവരൊന്നായി നരകത്തിൽ എറിയപ്പെടും. ഇല്ലൽ മുത്തഖീൻ, ഭക്തിയിൽ ഒരുമിച്ചവരൊഴികെ അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ, അത് പറയിപ്പിക്കാൻ, മൗലിദ് ഓതാൻ, അത് സംഘടിപ്പിക്കാൻ, അതിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ, അതിന് ആളുകളെ കണ്ടുകൊണ്ട് അതേ പിരിവുകൾ നടത്താൻ. അതുപോലെ മഹാനായ ശൈഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ പേരിൽ മദ്ഹ് നടത്താൻ, അതുപോലെ ദീനിന്റെ വിഷയങ്ങൾക്ക് ഒരുമിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് ഈ നാട്ടിലെന്നും അൽഹംദുലില്ലാഹ് ഫരീദുദ്ദീൻ ഔലിയയുടെ പിൻഗാമികളായി ഒരു സംഘം കേരള മുസ്ലിം ജമാഅത്തിന്റെ ഉപ്പമാരായ സഹോദരങ്ങള്, അതുപോലെ SYSന്റെ ചെറുപ്പക്കാരായ സഹോദരങ്ങള്, SSFന്റെ വിദ്യാർത്ഥികളായ സഹോദരങ്ങള് അവരൊരുമിച്ചു കൂടുന്നു. അല്ലാഹുവേ, നീ അവർക്ക് ഖൈർ നൽകണം റഹ്മാനേ. അവരെ ചിലപ്പോ വേദിയിൽ കണ്ടുകൊള്ളണമെന്നില്ല, സ്റ്റേജിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നോട്ടീസിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരാണ് ഇതുകൊണ്ട് ഏറ്റവും വിജയിച്ചവർ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളുടെ മക്കൾ, നമ്മളുടെ സമയങ്ങൾ പരമാവധി ഇതുപോലെയുള്ള നല്ല പ്രവർത്തനത്തിന് ചേർന്ന് നിൽക്കണം. അതുപോലെ പലപ്പോഴും നമുക്കൊന്നിനും കഴിഞ്ഞില്ലെങ്കിലും അവരോട് നല്ല മനസ്സുകൊണ്ട് സഹായിക്കണം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ മുഹമ്മദ് ഹാജി പോയാ ഇല്ല, അള്ളാഹ് നേരത്തെ സുഖല്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഈ ബിൽഡിംഗ് തന്നെ മുഹമ്മദ് ഹാജി ഖലീൽ തങ്ങൾ എന്നാ വന്നത് ഇവിടെ ചൊവ്വാഴ്ച. അൽഹംദുലില്ലാഹ് ഖലീൽ തങ്ങൾ ഇവിടെ വന്നു ഉദ്ഘാടനം ചെയ്തു. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ ബിൽഡിംഗ് പണം അള്ളാഹു താല പലർക്കും കൊടുക്കും. പക്ഷേ കൊടുത്ത പണം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാനുള്ള നിഅമത്ത് എന്നുള്ളത് അത് അള്ളാഹു കൊടുക്കുന്ന വലിയ നിഅമത്താണ്. ഇപ്പൊ ഇത്രയും നല്ലൊരു ബിൽഡിംഗ് അൽഹംദുലില്ലാഹ് അള്ളാഹു കൊടുത്തപ്പോ അതിലാദ്യം റസൂലുള്ളാഹിന്റെ മദ്ഹാകട്ടെ, ഈ മൗലിദിന്റെ പരിപാടിയാകട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹം ഇതിന് അൽഹംദുലില്ലാഹ് ഈ വേദി അനുവദിക്കുന്നത്. അള്ളാഹു ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിൽ വലിയ വിജയവും തൗഫീഖും നൽകുമാറാകട്ടെ. നാം ആലോചിക്കണം, ഇങ്ങനെ ധാരാളം ആളുകൾ പരമാവധി സഹായിക്കുന്നവരുണ്ട്. ഇതുപോലുള്ള നല്ല പ്രവർത്തനത്തിന് നാം സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വന്നിരായ സയ്യിദ് അവർകൾ നമുക്ക് വേണ്ടി നസീഹത്ത് ചെയ്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, ബഹുമാനപ്പെട്ട ജഅഫർ കോയ തങ്ങൾ, അള്ളാഹു അവിടത്തെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ധാരാളം ആത്മീയ വേദികളിൽ ഓടി നടന്ന മഹാനാണ് ജഅഫർ കോയ തങ്ങൾ. എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരെയും പുഞ്ചിരിയോടെ നേരിട്ട്, പുഞ്ചിരിയോടുകൂടെ സ്വീകരിച്ച് വലിയ ദീനിന്റെ ചൈതന്യം ആ മുഖത്ത് തന്നെ നിറഞ്ഞു നിന്ന് ബഹുമാനപ്പെട്ട ജഅഫർ കോയ തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ വീട്ടിലെ മേശപ്പുറത്ത് എഴുതി വെച്ചത് കാണാം, എപ്പോഴും ഹോസ്പിറ്റലിൽ പോയാൽ കുറച്ചൊരാഴ്ച കടന്നു തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹം വേദികളിൽ സാന്നിധ്യമാണ്. അവസാനം അദ്ദേഹം വഫാത്തായ
മരണപ്പെട്ട ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ വീടിന്റെ മേശപ്പുറത്ത് എഴുതി വെച്ച് പോയത് മർഹബം ബിൽലുയൂഫിൽ കിറാം ജസാകുമുല്ലാഹു ഖൈറൽ ജസാ. എല്ലാ അതിഥികൾക്കും സ്വാഗതം, നിങ്ങൾക്ക് ഹൈറായ പ്രതിഫലം നൽകട്ടെ എന്നാണ്. അങ്ങനെ സ്വന്തം വീടിന്റെ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടാണ് അന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ അദ്ദേഹം വന്നത് മരണപ്പെട്ടിട്ടാണ്. ആളുകൾ പിന്നെ വീട്ടിലേക്ക് ഒരുമിച്ച് കൂടുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വേദികളിലെ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട ജഅഫർ കോയ തങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനാണ് നമ്മുടെ ഈ വേദിയിൽ അൽഹംദുലില്ലാഹ് ഇന്ന് മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സഹൽ അംജദി സയ്യിദ് അവർകൾ. അല്ലാഹു തആല ഖൈറു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ ഹബീബിന്റെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോടുള്ള സ്നേഹം, അവരോടുള്ള ആദരവ്, അവരോടുള്ള ബഹുമാനം, അത് നമ്മളുടെ ജീവിതത്തിന്റെ വലിയ വിജയത്തിന്റെ കാരണമാണ്. അള്ളാഹു ആ മഹാന്മാരെയുടെ മഹബത്ത് കൊണ്ട് നമ്മെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഈ വേദിയിൽ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മർഹൂം നൗഷാദ് സാഹിബിന്റെ